സബീഷ് ഗുരുദിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 5. സെർച്ച്. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട ഒന്നാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സൊരു ദീർഘവീക്ഷകരെ പോലെ കാഴ്ചകളിൽ മൗനം നിറച്ചത്. ഗ്രഹണി. ചക്ക തിന്നപ്പോഴാണ് വയറിളക്കമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് രോഗി സ്വയം അളന്നളന്ന് രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ ചക്കയിലല്ലെന്ന് തിരിച്ചറിഞ്ഞത്. നിരാലംബം. ആയുധശേഖരങ്ങളിൽ വജ്രായുധങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോഴാണ് ശീതയുദ്ധങ്ങളിലൂടെ ലോകക്രമങ്ങളെ മാറ്റിമറിച്ചത്. നേതൃത്വം. ഉരുത്തിരിഞ്ഞത് ഉരുത്തിരി താളത്തിലാണെന്ന തിരിച്ചറിവാണ് കാലഗതിക്കനുസരിച്ച് തുഴയാൻ പ്രേരിപ്പിച്ചത്. പാടവം. ഒരിക്കൽ പോലും ശബ്ദിക്കാത്ത നാവ് ഉച്ചത്തിൽ ശബ്ദിച്ചപ്പോഴാണ് കോളാമ്പികൾ അതേറ്റുപാടാൻ തുടങ്ങിയത്. സ്വപ്നസഞ്ചാരി. നിറങ്ങളെത്രയോ ചേർത്ത് വർണ്ണമഴ പെയ്തപ്പോഴാണ് സഞ്ചാരപഥങ്ങളിൽ ജീവിതത്തിനു നേരെ ചാഞ്ഞും ചെരിഞ്ഞും നിഴലുകൾ സൃഷ്ടിക്കപ്പെട്ടത്. സ്വപ്നാടനം. സത്യത്തിൻ്റെ നിറം കറുപ്പാണെന്ന് മുഖം തിരിച്ചു നടന്നവരാണ് ദുഃഖക്കയത്തിൽ പെട്ടുലഞ്ഞത്. ജീവാഗ്നി. തിരിച്ചറിവ് ജ്വലിച്ചുയർന്ന് ആശങ്കകൾക്ക് വഴിതെളിക്കാതെ നേർപഥങ്ങളിൽ സഞ്ചരിച്ചത് നിഴലുകളായിട്ടാണ്. ജീവധാര. നിർജീവതകൾ അന്തർലീനമായ തേരോട്ടം തുടങ്ങിയപ്പോഴാണ് അന്തർധാരകൾ അനന്തതയിൽ അലിഞ്ഞ് സൃഷ്ടികൾ സൃഷ്ടിച്ചത്. ലയനം. നിസ്രഭോജികളായി മാനവൻ മാനുഷ്യമൂലത്തി വലിച്ചെറിഞ്ഞപ്പോഴാണ് സഹവർത്തിത്വം പോലും ഉരിയാടാതെ നിന്നിൽ നിന്നകന്നുപോയത്. മനുഷ്യഭോജി. മൂല്യങ്ങളെ ഉന്മൂലനം ചെയ്ത സമൂഹത്തെ നിറകുടങ്ങളിൽ ചാലിച്ചപ്പോഴാണ് അശാന്തി പിറന്നത്. മിശ്രഭോജി. അശ്രാന്ത പരിശ്രമം കൊണ്ട് ഉയരങ്ങളിലെത്തിയത് ചവിട്ടുപടികളേറെ സ്വയം നിർമ്മിച്ച് മനസാക്ഷിയുടെ കളിയരങ്ങിൽ സാക്ഷ്യം ചെയ്തപ്പോഴാണ്. പന്തിഭോജി. വിശപ്പറിയാതെ വയറു നിറഞ്ഞപ്പോഴാണ് ഭക്ഷണം വിളമ്പേണ്ട കൈകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കൈവിലങ്ങുകൾ തീർത്തത്. കൃതാർത്ഥത. ആദ്യം ആഗ്രഹ പൂർത്തീകരണമായിരുന്നു ലക്ഷ്യം. പിന്നെ പിന്നെ ആർത്തിക്കൊരു വഴിയൊരുക്കിയത് ഒടുവിൽ കയ്പുനീരുകൊണ്ട് ജീവിതം തൃപ്തിപ്പെടുത്തിയപ്പോഴാണ്. കൃതജ്ഞത. വന്നവരൊക്കെ വിളമ്പിയത് അർത്ഥങ്ങളായിരുന്നു. എന്നിട്ടും മനസ്സിലാക്കാതെ പോയപ്പോഴാണ് നന്ദ്യം കുറിച്ചത്. തീക്ഷ്ണത. മുഖം കറുത്തപ്പോഴാദ്യം തകർന്നത് മാനം മുട്ടെ കുടിയുയർത്തിയ സ്വപ്നങ്ങളും പിന്നെ വാക്കുകളുടെ ശരവേഗതയും. നേർവിചാരം. വാക്കുകളിൽ നൈർമല്യതയുടെ മുഖം മിനുക്കിയതാണ് പാഴായിപ്പോകേണ്ട സ്വപ്നധാരകളിൽ വീണ്ടുമൊരു വഴിതെളിച്ചത്. നേർവികാരം. തരളിതമായാണ് ആരംഭഘട്ടം. പിന്നെ മിഴികളിൽ ശാന്തതയോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. മിനുപ്പ്. മീശമുളയ്ക്കാത്ത ബാല്യത്തിൽ കരിവരച്ചാണ് തുടക്കം. പിന്നെ വളർന്ന് വളർന്ന് കാടായപ്പോഴാണ് മുഖം കാഴ്ചയിൽ നിന്ന് അകന്നത്.